ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ഹെയർ ക്ലിപ്സ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൻറ്റി കുറച്ച് കട്ട് പീസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് പീസുകൾ കൊണ്ട് നല്ല ഭംഗിയുള്ളതായ ഹെയർ ക്ലിപ്സ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ ഓർഗൻസ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വെറൈറ്റി ആയിട്ട് മോഡലായിട്ടുള്ള ക്ലിപ്സാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഡെയിലി യൂസിനെ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്ലിപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് നമ്മൾ ഓർഗൻസ മെറ്റീരിയലും അതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ലൈനിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബോനൊക്കെ അടിക്കുന്ന രീതിയിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോനെ കവർ ചെയ്യാനായിട്ടുള്ളൊരു ചെറിയ പീസും കൂടി നമ്മളിവിടെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫ്ലെയർ ആയിട്ട് കിടക്കുന്നൊരു വൈറ്റ് ഓർഗൻസ മെറ്റീരിയലാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ആ ഒരു ഓർഗൻസ മെറ്റീരിയൽ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. 22 ഇഞ്ചാണ് ലെങ്ത്തും വിത്തും വരുന്നത്. അങ്ങനെ അതിനെ സ്ക്വയർ ഷേപ്പിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെയേഴ്സ് വരാനായിട്ട് നമ്മൾ അടിപൊളി ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നല്ല രസത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ക്വയർ പീസിനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത്തും വിത്തും നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. ഇനി നമ്മൾ അതിന് ഫ്ലെയർ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചോടത്തൊന്നും നിൽക്കുന്നില്ല, ആൾ ചാടി പോവുകയാണ്. അപ്പോൾ അതിന് സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ നടുവിലത്തെ ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ലെയറാക്കി മാറ്റുന്നത്. അപ്പോൾ ലെയർ ഇവിടെ ഞാൻ 2 ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള ലെയേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കത് കൂടിയും കുറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിൽ വരുത്താം. ഞാൻ ഏകദേശം ഒരു ഐഡിയ, ഞാൻ ചെയ്തതൊരു ഒരു ഐഡിയ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ലെയർ നല്ല ഭംഗിയിൽ കിടക്കുന്നൊരു ലെയേഴ്സായിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം സൂചി നൂലുകൊണ്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ ബോ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പീസിനെ അതും ഒന്ന് മടക്കിയിട്ട് ബോ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നില്ലേ, ആ കുഞ്ഞ് പീസ് വെച്ചിട്ട് രണ്ടിനെയും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വൺ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബാൻഡുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിപ്പുമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ആ ലെയറായിട്ട് കിടക്കുന്ന ഓർഗൻസ മെറ്റീരിയലൊന്ന് മെഴുകിൽ കാണിച്ചിട്ട് അരിവശങ്ങളൊന്ന് നൂല് വരാത്ത രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്ലിപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വണ്ണിൽ നമ്മുടെ ബോ പോലത്തെ മോഡൽ തന്നെയാണ്. അതിന് ഏറ്റവും ചെറിയ ബോയിൻ്റെ റെക്ടാങ്കിൾ ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലാക്കിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ 2 റെക്ടാങ്കിൾ ഷേപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം വെക്കാനായിട്ടുള്ള 3rd പീസാണ് ഇത്. അപ്പോൾ ഇതും നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ 3 റെക്ടാങ്കിൾ പീസസും ഒരുമിച്ച് വെച്ചിട്ട് 2 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ബോ പോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും നല്ല ഭംഗിയുള്ളതായ മോഡലാണ്. നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഐറ്റംസ് എല്ലാതും തന്നെ മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൽ നമ്മുടെ 3 റെക്ടാങ്കിൾ പീസസും വെച്ചിട്ട് നമ്മൾ ബോ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞ് പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൽ തന്നെ നമ്മളെങ്ങനെയാണ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതെന്നും ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നതെന്നും നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാൻഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ക്ലിപ്പ് ഇഷ്ടമെങ്കിൽ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഇനി നിങ്ങൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അത് ക്ലിപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് കാണണേ.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ക്ലിപ്പാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറിലുള്ള ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ സ്ക്രഞ്ചീസിനൊക്കെ തുന്നുന്ന രീതിയിലാണ് ആദ്യം തയ്ച്ചെടുക്കുന്നത്. നീളം അത്രയില്ല, നീളം കുറവാണ്. അതേ അപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ മടക്കി അടിച്ചതിന് ഒന്നും കൂടി അത് ഫ്ലാറ്റായിട്ട് നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് നടുഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നേക്കാൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി, നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലിപ്സും നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്പുകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇതിനേക്കാൾ അടിപൊളി ഐറ്റമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.